ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 150 റുപ്പീസിന് താഴെ നമുക്ക് ബോത്ത് ലോങ് ടേമിനും ഷോർട്ട് ടേമിനും ഒക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ. അപ്പോൾ ഇതൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്ക് പല പ്രാവശ്യം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കിനെയാണ്. ഇത് NCC ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കിനെയാണ്. അപ്പോൾ 6% കയറിയിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പോൾ 198 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 120 സ്റ്റോപ്പ് ലോസ് വെക്കാനും റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഒത്തിരി കോൺട്രാക്ട്സ് കിട്ടുന്നുണ്ട്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ബേസിസിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബിൽഡിങ്സ്, അതുപോലെ ആ ഒരു ഇതിൽ ഒത്തിരി പ്രോജക്ട്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. പിന്നെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല ചീപ്പാണ്. പിന്നെ 1.47% ഡിവിഡൻഡ് yielding തരുന്നുണ്ട്. ദെൻ NCC കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 3rd ലീഡിംഗ് പ്ലേസിൽ വരുന്നു. ഇവരുടെ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം, ഒരു സിഗ്സാഗ് ഗ്രാഫ് പിന്നെ മുകളിൽ പോകുന്ന ഒരു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ലാസ്റ്റ് പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. 3rd അല്ല, സോറി, അത് NBCC ആണ്. NCC ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത്. നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്കാണ്. ഇവരുടെ നെറ്റ് പ്രോഫിറ്റും ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കിയാലും റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ DAS ഒക്കെ ഇൻക്രീസ് ആയിരിക്കും ഈ ഒരു സ്റ്റോക്കിൽ. ദെൻ നെക്സ്റ്റ് വരുന്നത്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് കനറ ബാങ്ക് ആണ്. അപ്പോൾ കനറ ബാങ്ക് പലരും ചോദിച്ച ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇപ്പോൾ 130 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 135 ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ 160 വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന് മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. 115 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. നല്ല വരാൻ സാധ്യതയുള്ളൂ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 150ക്ക് ബിലോയിൽ നല്ല ഒരു ഹൈ ഡിവിഡൻഡ് yielding സ്റ്റോക്ക് കൂടിയാണ്. 3.23% ഡിവിഡൻഡ് തരുന്നു. മാത്രമല്ല പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല കുറവുമാണ്. 5.94 ഉള്ളൂ PE. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 62.9. ഈ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിങ് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സർവീസസിൽ തന്നെ 6th പ്ലേസിലാണ് വരുന്നത്. പിന്നെ റവന്യൂ വൈസ് നോക്കിയാലും നെറ്റ് പ്രോഫിറ്റും ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ്, റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും DA ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് IDFC ഫസ്റ്റ് ബാങ്ക് തന്നെയാണ്. IDFC ഫസ്റ്റ് ബാങ്ക് 86 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് ICICI ഡയറക്റ്റ് 100 റുപ്പീസാണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 76 സ്റ്റോപ്പ് ലോസ് വെക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്ക് ഈ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ്ങിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവരുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ റിസർവ്സ് നല്ലോണം ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള FIA ഹോൾഡിംഗ്, DA ഹോൾഡിങ്സ് ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് സുസ്ലോൺ എനർജി. സുസ്ലോൺ എനർജി 0.62% ഡൗൺ ആയാലും ഇത് നല്ല ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റേഷൻ ഉള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിൽ ആക്സിസ് സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്കിന് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 49 ബ്രേക്ക് ചെയ്താലാണ് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. 72 വരെ പോകാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് 40 വെക്കാനും റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്കിന്. അപ്പോൾ ഇവർ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. സോ ഡിവിഡൻഡ് yielding സ്റ്റോക്ക് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. പക്ഷെ അതല്ലാതെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. കാരണം FIA ഹോൾഡിങ്സ് വർദ്ധിച്ചിട്ടുണ്ട്, DA ഹോൾഡിങ്സും വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് IOCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഈ ഒരു സ്റ്റോക്ക് 136 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഈ സ്റ്റോക്കും തുടർന്ന് കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന്
മിക്ക ബ്രോക്കറേജസ് അതിൽ BOB ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 173 വരെ ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 125 വെക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല കുറവാണ്. ഹൈ ഡിവിഡൻഡ് ഇൻഡിങ് ആണ്. 150 റുപ്പീസിന് താഴെ 6.07% വരെ ഡിവിഡൻഡ് തരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഓയിൽ റിഫൈനിങ് പെട്രോളിയത്തിൽ ലീഡർഷിപ്പ് പൊസിഷൻ ഇവർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് ഒന്നുമില്ല, അതും ഒരു പോസിറ്റീവ് ആണ്. സോ ബുക്ക് വാല്യൂവിനേക്കാളും സ്റ്റോക്ക് 0.87 ടൈംസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ്. പിന്നെ ഓയിൽ ആൻഡ് കൺസ്യൂമബിൾ ആ ഒരു സെക്ടറിൽ തന്നെ സെക്കൻഡ് ലീഡിങ്ങിൽ നല്ല ഒരു ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് മദേഴ്സ് ആൻഡ് സുമി വയറിംഗ്. ഇതും പല വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ്, മദേഴ്സ് ആൻഡ് സുമി വയറിംഗ്. അപ്പോൾ 38 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ICICI സെക്യൂരിറ്റീസ് 50 ആണ് ഈ ഒരു സ്റ്റോക്കിന് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. 32 സ്റ്റോപ്പ് ലോസ് വയ്ക്കാനും റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്, ബട്ട് എന്നാലും ഇതും നല്ലൊരു സ്റ്റോക്കാണ്. ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്കാണ്. 1.51% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റർ ഡേയ്സ് ഇൻക്രീസ് ആയതും സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനേക്കാളും ട്രേഡ് ചെയ്യുന്നു 11.8 ടൈംസ്. അതൊരു നെഗറ്റീവ് തന്നെയാണ്. ബട്ട് എന്നാലും ROC ROE ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാലും വലിയ കുഴപ്പമില്ല. FIDs അതുപോലെ തന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന സ്റ്റോക്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഈ ഒരു സ്റ്റോക്ക് 80 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല കുറവാണ്. നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് 2.74% ഒക്കെ ഡിവിഡൻഡും തരുന്നുണ്ട്. നല്ല ഒരു സ്റ്റോക്ക്. IDBI ക്യാപിറ്റൽ ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 95 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് 70 വെക്കാനുമാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിന്. സോ ഇതും ഈ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിങ്ങിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ലാസ്റ്റ് പ്ലേസിലാണ് വരുന്നത്. എന്നാലും ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്കാണ്. FI ഹോൾഡിങ്സ് DIA ഹോൾഡിങ്സ് രണ്ട് ഹോൾഡിങ്സും വർദ്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഈ ഒരു സ്റ്റോക്ക് ഇതും ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല കുറവാണ്. ഈ ഒരു സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കറൻ്റ്ലി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 45 റുപ്പീസ് 55 ആ ഒരു റേഞ്ചാണ് ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് തന്നെയാണ്. കാരണം പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, പിന്നെ കണ്ടിജന്റ് ലയബിലിറ്റീസ്, സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞു, അങ്ങനെ കുറേ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വേണ്ടാന്ന് തോന്നിയാൽ റിജക്ട് ചെയ്യാം. ബട്ട് എന്നാലും FIA ഹോൾഡിങ്സ് DIA ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. നമുക്കങ്ങനെ ഇത് താഴോട്ട് പോകുമെന്ന് പറയാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക്, അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കും എന്ത് ചെയ്യാം, നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. കാരണം IDBI ഡയറക്റ്റ് ആണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 56 ഒക്കെയാണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 38 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കാനും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കാണ് NHPC. ഇതും പല വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. 100 റുപ്പീസ് അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ നല്ല 2.11% ഡിവിഡൻഡ് വരുന്നുണ്ട്. ഇപ്പോൾ പബ്ലിക് സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 61.4. ഡെപ്റ്റർ ഡേയ്സ് ഇംപ്രൂവ് ആയിരിക്കുന്നു. സോ NHPCയുടെ ടാർഗറ്റ് ചോയ്സ് ബ്രോക്കിംഗ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 92 ടാർഗറ്റും 68 സ്റ്റോപ്പ് ലോസ് വയ്ക്കാനുമാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ഒരു ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്. ഈ ഒരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യാത്ത വീഡിയോസ് ഇല്ല, നമ്മൾ അത്രയും വീഡിയോസിലും ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ചോയ്സ് ബ്രോക്കിംഗ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 92 to 95 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 68 വെക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും അഗെയിൻ ഡിവിഡൻഡ് ഈൽഡിംഗ് അല്ല. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്ക് നോക്കുന്നെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക.
അതല്ലാതെ 150 റുപ്പീസിന് താഴെ ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനും ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്. കാരണം സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനേക്കാളും ട്രേഡ് ചെയ്യുന്നു. 3.14 ടൈംസ് പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഇവർ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് നെഗറ്റീവാണ്. ബട്ട് ഫിനാൻഷ്യൽ സർവീസസിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് വരുന്ന കോമ്പറ്റീറ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലീഡിങ്ങിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ 10 സ്റ്റോക്കുകൾ, അതായത് ഇതിൽ നമ്മളൊരു 10 സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.